രാജ്യാന്തര നയതന്ത്രത്തിന്റെ ചതുരംഗ പലകയിൽ ഇന്ത്യ ഇന്ന് വെറും ഒരു കരുവല്ല, മറിച്ച് കളി നിയന്ത്രിക്കുന്ന രാജാവാണ്. ലോകശക്തികൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്നിരുന്ന നമ്മുടെ പഴയ വിദേശ നയത്തിന്റെ കാലം കഴിഞ്ഞു. ഇന്ന് പാശ്ചാത്യ ശക്തികളുടെ ഇരട്ടത്താപ്പുകൾക്ക് അവരുടെ മുഖത്ത് നോക്കി മറുപടി നൽകുന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു നായകനുണ്ട് നമുക്ക്, ഡോക്ടർ എസ് ജയശങ്കർ. യൂറോപ്പിന്റെ കപട ശാസനകൾക്കും അമേരിക്കയുടെ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തോറ്റുപോകാതെ ജയശങ്കർ നടത്തിയ പ്രസ്താവനകൾ ലോകം മുഴുവൻ ചർച്ചയാവുകയാണ്. ഫിൻലാൻഡിൽ വെച്ച് നടന്ന കുൽദാരന്ത ടോക്സ് ആണ് വേദി. റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പതിവ് പോലെ ഇന്ത്യക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി. എന്നാൽ അവിടെ ജയശങ്കർ നൽകിയ മറുപടി അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് പൊളിച്ചടുക്കിക്കൊണ്ട് ജയശങ്കർ തുറന്നടിച്ചു. ഒരു യൂറോപ്യൻ രാജ്യവും ഇന്നേ വരെ ഇന്ത്യൻ ആയുധങ്ങളാൽ ആക്രമിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കപ്പെട്ട യൂറോപ്യൻ ആയുധങ്ങളുടെ കാര്യമെടുത്താൽ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. വർഷങ്ങളായി ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് ആയുധം വിറ്റത് ഇതേ യൂറോപ്പാണെന്ന് ജയശങ്കർ അവരെ ഓർമ്മിപ്പിച്ചു. അതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഞങ്ങൾ ഇന്ത്യക്കാർ ഇന്നേ വരെ യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയത് സാഹചര്യങ്ങളാണ് ഇന്ത്യ ഇതിലേക്ക് നയിച്ചതെന്നാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൂട്ടത്തോടെ മിഡിൽ ഈസ്റ്റിലെ എണ്ണ മുഴുവൻ വാങ്ങിപ്പൊഴുത്തി. ഇന്ത്യയുടെ പരമ്പരാഗത വിതരണക്കാരായ മിഡിൽ ഈസ്റ്റിൽ നിന്നും എണ്ണ കിട്ടാതായപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വിലകുറവുള്ള റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ നിർബന്ധിതരായി. വിലയും ലഭ്യതയും നോക്കി മാത്രമാണ് ഇന്ത്യ ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തതെന്ന് ജയശങ്കർ വ്യക്തമാക്കി. യൂറോപ്പിനോട് മാത്രമല്ല ലോകശക്തിയായ അമേരിക്കയോടും തങ്ങളുടെ വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്താൻ ഇന്ത്യ മടിച്ചില്ല. ഗൾഫ് മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ US നേവി നടത്തിയ സൈനിക ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. യൂറോപ്പ് സന്ദർശനത്തിനിടയിൽ വെച്ച് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെ ഫോണിൽ വിളിച്ച് ഇന്ത്യയുടെ കടുത്ത അമർഷവും പ്രതിഷേധവും നേരിട്ട് അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം മാരകമായ സൈനിക നടപടികൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ജയശങ്കർ അമേരിക്കയ്ക്ക് മുന്നിൽ കർശനമായ വ്യക്തമാക്കി. നയതന്ത്ര പ്രതിനിധിയെ വിളിച്ച് പ്രതിഷേധത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ജയശങ്കറിന്റെ ഈ നേരിട്ടുള്ള ഇടപെടൽ. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയിലും അതിർത്തികളുടെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് മോദി സർക്കാരിനുള്ളതെന്ന് ജയശങ്കർ വീണ്ടും ഓർമ്മിപ്പിച്ചു. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെ കുറിച്ച് ഒരു പൊതുവേദിയിൽ ഉയർന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായിരുന്നു. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, അത് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരും, അത് ഞങ്ങളുടെ ദേശീയ പ്രതിബദ്ധതയാണ്. ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് ഇന്ത്യൻ പാർലമെന്റിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് പാസാക്കിയ ഏകകണ്ഠമായ പ്രമേയത്തിന്റെ പിൻബലമുള്ള നയമാണെന്ന് ജയശങ്കർ അന്താരാഷ്ട്ര സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. അതിർത്തികൾക്കപ്പുറം ആഗോളതലത്തിലും ഇന്ത്യയുടെ നിലപാടുകൾ ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ അടിയന്തരമായി ഇരുവിഭാഗവും വിട്ടുവീഴ്ച ചെയ്യണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ബ്രിക്സ് സമ്മേളനത്തിൽ സംസാരിക്കവേ വികസ്വര രാജ്യങ്ങളുടെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെ ബഹുമാനിക്കുന്ന തരത്തിൽ ആഗോള ഭരണ സംവിധാനത്തിൽ മാറ്റം വരണമെന്ന് അദ്ദേഹം വാദിച്ചു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നയം എപ്പോഴും സീറോ ടോളറൻസ് ആണെന്ന് ജയശങ്കർ ആവർത്തിച്ചു. ഭീകരവാദത്തിന് യാതൊരുവിധ ന്യായീകരണവും ഇല്ലെന്നും അതിനെതിരെ കണ്ണടയ്ക്കാനോ വെള്ളപൂശാനോ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകരുതെന്നും ജയശങ്കർ പറഞ്ഞു. 1977 ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ചേർന്ന ജയശങ്കർ മോദി സർക്കാരിൽ മന്ത്രിയാകുന്നതിന് മുമ്പ് 41 വർഷത്തോളം ഒരു കരിയർ ഡിപ്ലോമാറ്റായി രാജ്യത്തെ സേവിച്ചു. ലോകശക്തിയായ അമേരിക്ക, ചൈന, റഷ്യ കൂടാതെ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസഡറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ഇന്ത്യയുടെ അംബാസഡർമാരിൽ ഒരാളാണ് അദ്ദേഹം. ചതുരംഗ പലകയിലെ വെറുമൊരു കരു എന്ന നിലയിൽ നിന്നും കളി നിയന്ത്രിക്കുന്ന വലിയൊരു ശക്തിയായി ഇന്ത്യ ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നയതന്ത്ര നിലപാടുകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.